ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ പ്രമോയില് നമ്മുടെ കൺമണിയെ ധനലക്ഷ്മി വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. ധനലക്ഷ്മിയെ കൺമണി ചെകിടത്തടിക്കുന്നുണ്ട്. അതിന് പക വീട്ടാൻ വേണ്ടിയിട്ട് ധനലക്ഷ്മി പോലീസ് അനിരുദ്ധ് സാറിനെ വിളിക്കുകയാണ്. എന്നിട്ട് കൺമണി എന്നെ ഇങ്ങനെ തല്ലി എന്നൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം വത്സല മേഡവും വേറൊരു വനിതാ പോലീസ് കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ വത്സല മേഡം കൺമണിയെ വെറുതെ വിടുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി അനിരുദ്ധ് സാറിനെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സാർ അവര് കൺമണിയെ അറസ്റ്റ് ചെയ്യാതെയാണ് പോയത്. സാർ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം, അവൾക്കൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണമെന്ന് ധനലക്ഷ്മി അനിരുദ്ധ് സാറിനോട് പറയുമ്പോൾ അനിരുദ്ധ് സാറ് കൺമണിയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് പറയുകയാണ്, ഇന്ന് വൈകുന്നേരത്തിനകം നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, മനസ്സിലായല്ലോ എന്ന് അനിരുദ്ധ് സാറ് കൺമണിയോട് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് കൺമണിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി കൺമണിയോട് പറയാണ്, ഇന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുവടി, എന്നെ നീ തല്ലിയില്ലേ, അതിനുള്ള പ്രതികാരം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി കൺമണിയുടെ ബാഗും തുണികളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിയാണ്. എന്നിട്ട് ധനലക്ഷ്മി കൺമണിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് കൺമണിയെ പുറത്താക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് പറയാണ് ധനലക്ഷ്മി, എന്നെ തല്ലിയവൾ ഇനി ഈ വീട്ടിൽ വേണ്ട, സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കൺമണിയോട് ധനലക്ഷ്മി പറഞ്ഞിട്ട് കൺമണിയോട് ഇറങ്ങിപ്പോവാൻ പറയാണ്. കൺമണി വളരെ സങ്കടത്തോടെ ബാഗെല്ലാം എടുത്തിട്ട് പോവാൻ നിൽക്കുമ്പോൾ ശ്രീനിവാസനും ഗോകുലും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ശ്രീനിവാസനാണെങ്കിൽ സ്വന്തം മോളെ പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിനുശേഷം വീട് വിട്ടിറങ്ങുന്ന കൺമണി ധനലക്ഷ്മിയോട് പറയാണ്, ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ അച്ഛനെ എന്തെങ്കിലും വിഷമം നേരിട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ ഏതു പാതിരാത്രിക്കാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് കയറി വരും, നിങ്ങളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് കൺമണി ധനലക്ഷ്മിയോട് പറയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അതിനുശേഷം കൺമണി വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. ശ്രീനിവാസനും ധനലക്ഷ്മിയും ഗോകുലെല്ലാം കൺമണി പോകുന്നതും നോക്കി നിൽക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. കൺമണി ശരിക്കും ഇപ്പോ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വീട്ടുകാരോ കൃഷോ ഒന്നും തന്നെ കൺമണിയുടെ കൂടെയില്ല. കൺമണി ഇനി എന്തു ചെയ്യും, എങ്ങോട്ട് പോകുമെന്നും അറിയില്ല. നാളത്തെ കിടിലൻ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.